ഹേ ഫോക്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും കോഴിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുറത്തെ വിഷ്വൽസൊക്കെ ഒന്ന് നോക്കുവാണ്. ഇന്ന് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും ഉണ്ടായി. അതുപോലെ തന്നെ മസാലദോശയും സാമ്പാറും ഉണ്ടായിരുന്നു. അതൊക്കെയാണ്. പിന്നെ നമ്മളപ്പോൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയാണ് ഇവിടെ എടുക്കുന്നത്. ഒരു 1/2 kg പുട്ടുപൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം 2 നേരം കഴിക്കാനുള്ള പിടി ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇവിടെ ആകെ 3 പേര് ഉള്ളൂ. അപ്പോൾ പുട്ടുപൊടി നമ്മൾ ആവശ്യത്തിന് എടുക്കുക. ശേഷം അതിലേക്ക് ഇപ്പം ഞാൻ ഒരു ഫുൾ തേങ്ങയാണ് ചിരണ്ടിയിട്ടേക്കണത്. ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് തേങ്ങയും പുട്ടുപൊടിയും കൂടെ വളരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ്. അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നോക്ക്, എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ നല്ല ജീരകവും കൂടെ നമുക്ക് അരച്ചെടുക്കണം. അത് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഈ പുട്ടുപൊടി തേങ്ങ മിക്സിലേക്ക് പിന്നെയും മിക്സ് ചെയ്യുക. മിക്സ്. ദെൻ നമ്മുടെ വെള്ളത്തിലേക്ക് നമുക്ക് ഈ പുട്ടുപൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് പതിയെ മിക്സ് ചെയ്തെടുക്കുക. തിളച്ച വെള്ളമാണ്, സൂക്ഷിക്കണം. ആദ്യം തന്നെ കൈ പോയി എടുത്ത് കുത്തരുത്. യൂസ് എ സ്പൂൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തവി യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വൺസ് ആ ചൂടൊന്ന് പോയെന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ കൈ വെച്ചിട്ട് കുഴയ്ക്കുക. നല്ലോണം കുഴച്ചെടുക്കണം. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഒരുപാട് നേരത്തിന് ശേഷമാണ് ഇത് ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ മണിക്കൂറുണ്ടാവും. പിന്നെ ദിസ് പിടി ഈസ് മേക്കിംഗ് ബൈ മീ എലോൺ. കണ്ടോ, ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാനിത് മൊത്തം റൗണ്ടായിട്ട് എടുത്തത്. അപ്പം നിലത്തിരുന്ന് ഞാൻ പതുക്കെ പാട്ടൊക്കെ കേട്ട് ഉരുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫൈനലി നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ബലം, എവ്രി ഉണ്ടാക് ടേൺസ് അപ്പ് ടു ബി പെർഫെക്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. പിടിയും കോഴിയാണല്ലോ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമ്മളൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അത് വെള്ളത്തിലിടണം, ഐസ് പോകണം. മീൻ ടൈം നമ്മൾ പിടി കുക്ക് ചെയ്യാൻ പോവാണ്. പിടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നിരപ്പേ, അതായത് ആ ഉണ്ടയ്ക്ക് നിരപ്പേ വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെക്കണം. അതിൻ്റെ അകത്തേക്കും കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ശേഷം നമ്മുടെ പിടിയുടെ ബോൾസ് ആഡ് ചെയ്യുക. ഈ പിടിയുണ്ട ഇട്ട് കഴിഞ്ഞിട്ട് അത് ടച്ച് ചെയ്യാൻ പോകരുത് അൺടിൽ അത് നന്നായിട്ട് നിരപ്പേ തള വരുന്നവരെ. നിരപ്പേ തള മീൻസ് എല്ലായിടത്തും ഒരേപോലെ ഒരു തള വരുന്നവരെ ഡോണ്ട് ടേക്ക് ഇറ്റ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം, മുറിച്ച് നോക്കുക. അത് വെന്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ വെയിറ്റ് ഈസ് ഓവർ. സാധനം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം മേക്കിംഗ് പിടി. ഓക്കെ, അതും എലോൺ. ദെൻ നമ്മൾ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. ഇതിന് ശേഷം ഞാനും ചിക്കനും തമ്മിലുള്ളൊരു മൽപ്പിടുത്തമായിരുന്നു ഗായ്സ്. ഒരു കണക്കിനാണ് അത് വെട്ടിയെടുത്തത്. എനിക്ക് തന്നെ അറിയില്ല. അവസാനം ഞാൻ തോന്നി എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് പോകായിരുന്നെന്ന്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനുള്ള മസാല ഒന്ന് ചൂടാക്കി എടുത്തായിരുന്നു. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. ജസ്റ്റ് മല്ലിപ്പൊടി, ചിക്കൻ മസാല, ദെൻ മുളക് പൊടി, കാശ്മീരി ചില്ലി, ഇതും 3ഉം വെളിച്ചെണ്ണയിലിട്ട് ചൂടാക്കി എടുത്തിട്ട് അത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടു. ആ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ടായി. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് സവാള, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എണ്ണ ചൂടാക്കുക, ഈ സവാള ഇടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളകെല്ലാം ഇടുക. ദെൻ നമ്മുടെ ചിക്കൻ മിക്സ് ഇടുക. ദാറ്റ്സ് ഇറ്റ്. ചിക്കൻ കറി റെഡി. ഫൈനലി അവർ വെയിറ്റ് ഈസ് ഓവർ. പിടി ആൻഡ് ചിക്കൻ കറി ഈസ് റെഡി ആൻഡ് ഇറ്റ്സ് ഫാബുലസ്. അപ്പോൾ മേക്ക് ഷുവർ ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഷോർട്ടി ടെയിൽസ് ബൈ അഞ്ജന. ബൈ ഗായ്സ്.